അങ്ങനെ മുത്തശ്ശി മനാബിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. എന്താമ്മേ മോളുടെ സംസാരം എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും അതിന്റെ കാര്യങ്ങളൊക്കെ മോളെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. എനിക്ക് മനസ്സിലായമ്മേ. ഇന്നിവിടെ നടന്ന പ്രശ്നത്തിന് എന്റെ മോളെ അമ്മയെ കുറ്റപ്പെടുത്താൻ വന്നതല്ലേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ, ഞാൻ കാര്യങ്ങൾ പറയായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. കഴിഞ്ഞ 2 വീഡിയോയുടെ തേർഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയാണ്, ജാനകി നിന്റെ മരുമകളായവള് ഈ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാകാതെയും മകളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നീയാ. നിനക്കറിയാലോ, നയനും നവ്യയും ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയല്ല ഇന്നത്തെ ഈ പ്രശ്നം. നിങ്ങളെ 3 പേരും തമ്മിൽ ഇന്നേ വരെ അകന്നു മാറി ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ നീയും അവളും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നത്. എനിക്കത് ഒരുപാട് സങ്കടമുണ്ട്. ജലജയും ജാനകിയും അതുപോലെ ദേവ്യാനെല്ലാം എനിക്ക് 3 പെമ്മക്കൾ തന്നെയാ. എന്റെ 2 ആമക്കനൂടെ എന്റെ 3 പെമ്മക്കൾ തന്നെയാ നിങ്ങള് എന്ന് പറയാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നിങ്ങള് ഒരിക്കലും തമ്മിൽ പിരിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ എന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി ചോദിക്കാണ്, അതെന്താമേ അങ്ങനെ പറഞ്ഞത്? എന്റെ അനാമിക മോള് എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്യുന്നതെല്ലാം ആ നയനിയാ, അവളെ എല്ലാ തെറ്റും ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും പറയുമ്പം പാവം എന്റെ അനാമിക മോളെ പറയാ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി മനസ്സിലോർക്കാണ്, ശരിക്കും ജാനകിയുടെ മനസ്സിലേക്ക് അനാമിക കയറി കഴിഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞ് അനാമിക അവളുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, നീ പറഞ്ഞല്ലോ എനിക്ക് MD സ്ഥാനം വേണമെന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. 3 ബ്രാഞ്ചസുകള് അവനെ ഏൽപ്പിക്കുകയാണല്ലോ. ആദർശിനേക്കാളും കഴിവുണ്ട് എന്ന് അനി തെളിയിക്കുകയാണെങ്കിൽ MD സ്ഥാനം അനിക്ക് കൈമാറുമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, എന്റെ മോനത് കഴിവ് തെളിയിക്കും. എല്ലാവർക്കും മനസ്സിലാവും എന്റെ മോനും അതിനുള്ള കഴിവുണ്ടെന്ന്. ഇത്രയും കാലത്തെ പോലെ ആദർശിന്റെ പുറകെ നടക്കാൻ അവനെ കിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ പുറത്തു പോയിട്ട് അനി കയറി വരികയായിരിക്കും. ഈ സമയത്തായിരിക്കും ദേവിയനോട് വിഷമിച്ചിരിക്കുന്നത് അനി കാണുന്നത്. പോയിട്ട് എന്താ വല്യമ്മേ, എന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാണ്. ഒന്നുമില്ലടാ എന്ന് പറയുന്നുണ്ട്. അല്ല എന്തോ ഒരു വിഷമമുണ്ട്. എന്താ നയനേച്ചിയായിട്ട് വീണ്ടും വല്ല ഉടക്കം ഉണ്ടായോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ജലജ പറയുന്നുണ്ട് കേട്ടോ. ജലജ ഒരു അവസരം നോക്കി ഇരിക്കായിരുന്നല്ലോ. ജലജ പറയാണ്, അതെ അമ്മായിമ്മ മരുമോളോട്ടല്ല അടി. നിന്റെ ഭാര്യയും നിന്റെ അമ്മയുമായിട്ടാ ദേവിയാനി അടി ഉണ്ടാക്കിയത്. ഇപ്പോഴേ ജാനകിയും ദേവിയും തമ്മിൽ മിണ്ടുന്ന പോലും ഇല്ലെന്ന് പറയുന്നുണ്ട്. എന്താ അപ്പച്ചി പറയുന്നേ? എന്റെ അമ്മയും ദേവേനി അമ്മയും കൂടെ അടി ഉണ്ടാക്കിയെന്നോ? വിശ്വസിക്കാൻ വയ്യല്ലോ. ഇത്രയും വർഷമായിട്ട് ഞാൻ കാണുക, രണ്ടുപേരും തമ്മിൽ ഇന്നേ വരെ ഒരു അടി ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതാ പറയുന്നേ, നിന്റെ ഭാര്യ വന്ന് കേറിയല്ലോ. അത് മാത്രമല്ല മൂത്ത 2 അവളുമാരും കൂടി വന്ന് കേറിയല്ലോ. അതിന്റെ പ്രതിഫലം ഇവിടെ കാണുന്നൊക്കെ എന്ന് പറയാണ്. എന്താ വല്യമ്മേ, എന്താ ഉണ്ടായെന്ന് ചോദിക്കാണ്. ഒന്നുമില്ലടാ, എനിക്കൊന്നും പറയാനില്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ നിന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പോയി ചെയ്യ എന്നും പറഞ്ഞിട്ട് ദേവി മുകളിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും അനി പോയിട്ട് ചോദിക്കാണ്, അപ്പച്ചി എന്താ കാര്യം പറ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ എങ്ങനെ പറയൂടാ, പറഞ്ഞാല് നിന്റെ അമ്മയും നിന്റെ ഭാര്യയും കൂടി എന്നെ കൊല്ലാൻ വരുമെന്ന് പറയാണ്. അങ്ങനെ രാവിലെ നടന്ന സംഭവങ്ങൾ മൊത്തം ജലജ പറയാണ്. MD സ്ഥാനം നിനക്ക് തരണമെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മയും നിന്റെ ഭാര്യയും കൂടി വഴക്കായിരുന്നെന്നും, നയനയ്ക്കല്ല അനാമയെ കാണാൻ വീട്ടിൽ അവകാശം വേണ്ടേന്നും പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നെന്നും, അതുപോലെ ആദർശ് വഴക്ക് പറഞ്ഞതിനോട് ബഹളം നടന്നെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം ജലജ അനിയോട് പറയുന്നുണ്ട്. അനി പറയാണ്, ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയത്? എന്റെ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്ര പെട്ടെന്ന് എന്റെ അമ്മ ഇങ്ങനെയൊക്കെ മാറാൻ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാണ്. അങ്ങനെ മുറിയിലേക്ക് അനി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ജാനകി അവിടെ അനാമികയോട് സംസാരിച്ചുകൊണ്ടിരിക്കായിരിക്കും. പുറത്തു നിന്ന് അവനിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാണ് കേട്ടോ. മോളെ, മുത്തശ്ശനും ഒക്കെ മോളെ ഉപദേശിക്കാൻ വരും. അതൊന്നും മോളെ കേൾക്കണ്ട കേട്ടോ. മോള് ഈ അമ്മ പറഞ്ഞ മാത്രം കേട്ടാ മതി. അത് മാത്രം കേട്ട് അനുസരിച്ച് മോള് നിന്നാ മതി കേട്ടോ. പിന്നെ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ട് മോളെ അത് സാധിച്ചു തരണം. എന്താമ്മേന്ന് ചോദിക്കാണ് അനാമിക. അപ്പോൾ പറയാണ്, മോളെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മകൻ അനി ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്നുള്ളത്. അതെന്റെ മോള് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മേ, അനിക്ക് എന്നെ തീരെ ഇഷ്ടമില്ല. അത് അമ്മയ്ക്ക് അറിയാലോ. ആ നന്ദു കാരണം അനി ഇപ്പൊ എന്നെ വെറുതിരിക്കാം. എന്റെ അടുത്ത് പോലും അവനിപ്പോ വരാറ് പോലും ഇല്ല. എന്നെ കാണുന്ന ചെറുത്താൻ കുരിശു കാണുന്ന പോലെയാ. എപ്പോഴും ആ നന്ദുവിന്റെ ഓർമ്മയോട് നടക്കുക എന്ന് പറയുന്നുണ്ട്. അതൊക്കെ മാറി വരും മോളെ. ജാനകി പറയാണ്, ആ ആദർശിനെ ഇപ്പൊ കണ്ടില്ലേ? നയന എന്ന് പറഞ്ഞാൽ അവൻ ജീവനാ. നയനയുടെ സാരത്തുമ്പിൽ പിടിച്ചാണ് നടക്കുന്നത്. ആദ്യം ഉണ്ടല്ലോ ആ നവ്യേനെയാ ആദർശ് സ്നേഹിച്ചതൊക്കെ. അങ്ങനെ ഇവളെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. രണ്ടുപേരും തമ്മിൽ 2 സ്ഥലത്താ കിടന്നുകൊണ്ടിരുന്നത് തന്നെ.
പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ അവർ എണപരിയാത്ത അത്രയധികം സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കപ്പിൾസാ. അതുപോലെ ആവണം നീയും അവനും. അതൊക്കെ പെട്ടെന്ന് തന്നെ സാധിക്കും. എന്റെ മോൾ വിചാരിച്ച അതെല്ലാം നടക്കണം. ഇപ്പൊ ആദർശിരിക്കുന്ന ആ കസേര ഉണ്ടല്ലോ, ആ കസേര എന്റെ മോനുള്ളതാ. അതിന്റെ പിന്നാലെ തന്നെ എന്റെ മോളും ആ കമ്പനിയിൽ സ്ഥാനം ഉറപ്പിക്കണം. പിന്നെ മോക്കൊരു കാര്യം അറിയാവോ, ആ നയനുണ്ടല്ലോ ഭയങ്കര ഡിസൈനറാ. അവക്ക് അവാർഡ് കിട്ടിയ കാര്യമൊക്കെ മോൾ അറിഞ്ഞു കാണുമല്ലോ. അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ആദർശ് അവളെയും കൂടെ കമ്പനിയിലേക്ക് കൊണ്ടുപോകും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ആദർശ് നയനെയും അനന്തപുരി തറവാടിന്റെ ആ ഒരു അനന്തമൂർത്തിയുടെ ജ്വല്ലറിയുടെ ആ തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ താഴെ ഇറക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ഇപ്പൊ തന്നെ എല്ലാരും പറയുന്നത് ആ നയനയാണ് അടുത്ത ഇവിടുത്തെ മൂത്ത മരുമകൾ സ്ഥാനം കൈവരിക്കാൻ പോണേന്നാ. ദേവേനേച്ചിയാണല്ലോ ഇത്രയും നാളും ഈ തറവാട് കൊണ്ടുപോയത്. ഇനിയപ്പോ അത് മരുമകളുടെ കയ്യിലേക്ക് എത്തിയ അവളുടെ കീഴിൽ ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല മോളെ. മോളൊന്ന് ആലോചിച്ച് നോക്കി. അവളുടെ താഴെ ഞാൻ നിന്നുള്ള അവസ്ഥ. പിന്നെ അവള് നമ്മൾ രണ്ടും ചവിട്ടി തേക്കും. അവൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എവിടുന്നോ തെരുവി കിടന്നവള് വന്ന് വലിഞ്ഞു കയറി കൊട്ടാരത്തിലേക്ക് വന്നിട്ട് അവളെല്ലാരും അടക്കി ഭരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കൂ എന്ന് ചോദിക്കുന്നുണ്ട്. അനാമിക പറയാണ്, ഒരിക്കലും ഇല്ലമ്മേ, അവളെപ്പോ ഒരാളെ ഒരിക്കലും തലപ്പത്ത് കയറ്റി നിർത്തരുത്. അമ്മയ്ക്കറിയാലോ ഇത്രയും കാലം അമ്മ ദേവേന വല്യമ്മയുടെ മുമ്പില് എങ്ങനെയാണ് കൂടിക്കൂടി നിന്നത്, അതുപോലെ ഞാനും നിൽക്കേണ്ടി വരും. അതെന്റെ അമ്മയ്ക്ക് താങ്ങാനാവുമെന്ന് ചോദിക്കുമോ, ഒരിക്കലും ഇല്ല മോളെ. എന്റെ മോളായിരിക്കണം എല്ലാത്തിനും തലപ്പത്ത്. എല്ലാവരെയും ഇത് ഞെട്ടിച്ചുകൊണ്ട് എന്റെ മോൾ ഈ വീടും ഈ ഓഫീസും എല്ലാം ഭരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ മുത്തശ്ശിനും ദേവേനെയൊക്കെ പലതും പറയും. മോളൊന്നും മൈൻഡ് ചെയ്യണ്ട, ആരോടും തർക്കത്തിലൊന്നും പറയാൻ നിൽക്കണ്ട. ഈ അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മ എല്ലാം സെറ്റാക്കിക്കോളാം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അനിയനെ കമ്പനിയുടെ മുതലാളിയാക്കാം, MD ആക്കണം. അതായിരിക്കണം നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നൊക്കെ പറയണം. അനാമിക പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കി വെച്ചോളാം. പിന്നെ ആ നന്ദു, അവൾ ഇപ്പോഴും അനിയെ വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് നമ്മളെ അങ്ങനെ പറഞ്ഞത് അല്ല, അനിയുടെ ചില സമയത്തെ ഭാവം മറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു അറുതി വരുത്തണം. അതിനുള്ള ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഓൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ അമ്മ അതിന് കട്ട സപ്പോർട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോഴേക്ക് കഥകം തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് അനി വരികയാണ്. എന്താ അമ്മ ഇത്, നാണമാവില്ല അമ്മയ്ക്കെന്ന് ചോദിക്കാണ്. എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം ആദർശേട്ടനെ സ്വന്തം അനിയനെ പോലെയാ കരുതിയത്. ഞാനും അങ്ങനെ തന്നെ എന്നെ സ്വന്തം ഏട്ടനെ പോലെയാ കണക്കാക്കിയത്. ആദർശേട്ടനെ മറികടന്നിട്ട് എനിക്ക് ഒരു കമ്പനിയിലെ MD സ്ഥാനമൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാണ്. നിനക്ക് വേണമെങ്കിൽ എനിക്ക് നിന്റെ ഭാര്യയ്ക്കും വേണം. ഇത്രയും കാലം ആ ദേവിയുടെ അടിമയായിട്ട് ഞാനും ആദർശിന്റെ അടിമയായിട്ട് നീയും ജേട്ടന്റെ അടിമയായിട്ട് അജയനും ഒക്കെ നിന്ന് ഞങ്ങൾ മടുത്തു. ഇനി അടുത്ത തലമുറയെങ്കിലും അത് മാറി ചിന്തിക്കണം. അല്ലാതെ നിങ്ങളെപ്പോലെ അടിമയായിട്ട് കിടക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അത്രയും കോടീശ്വരിയായിട്ട് വന്ന എന്റെ മരുമകൾ ആ നയനയുടെ കാൽച്ചൊടി കിടന്ന രംഗം എനിക്ക് കാണാൻ പോലും സാധിക്കില്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അനി പറയാണ്, അതൊന്നും ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. അമ്മ പറയുന്ന പോലെ ഞാൻ ഇവളെ സ്നേഹിക്കുന്നുമില്ല. ഇവളെനിക്ക് ഇഷ്ടമില്ല. ഇവളുടെ തനിസ്വരൂപം എല്ലാരും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പ അറിയും അമ്മയ്ക്ക് അമ്മ എടുത്തു വച്ചിരിക്കുന്ന ഇത് വയ്യ വേലിയാന്നുള്ള കാര്യം അമ്മ അപ്പം മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് അനി അവിടെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത പാട്ട് അടുത്ത വീട്ടിൽ അപ്ലോഡ് ചെയ്യാമേ.